അങ്കാദികളുടെ സംശയം. മർക്കട സഞ്ചയം ദേവിജയാരാഞ്ഞു വൃക്ഷക്ഷണ്ടേഷു വസിക്കും ദശാന്തരേ. എത്ര ദിവസം കഴിഞ്ഞിതെന്നും ധരാപുത്രിയെ എങ്ങുമേ കണ്ടുകിട്ടായ്കയും. ചിന്തിച്ചു ഖേദിച്ചു താരാസുതൻ നിജബന്ധുക്കളായുള്ളവരോടു ചൊല്ലിനാൻ. പാതാളമുൾപ്പുക്കുഴന്നു നടന്നു നാം ഏതുമറിഞ്ഞീല വാസരം പോയതും. മാസമതീതമായി വന്നിതു നിർണയം ഭൂസുതയെ കണ്ടറിഞ്ഞതുമില്ല നാം. രാജനിയോഗമനുഷ്ഠിയാതെ വൃഥാ രാജധാനിക്കു നാം ചെല്ലുകിലെന്നുമേ നിഗ്രഹിച്ചിടുമതിനില്ല സംശയം. സുഗ്രീവശാസനം നിഷ്ഫലമായി വരാ. പിന്നെ വിശേഷിച്ചു ശത്രുതനയനാമെന്നെ വധിക്കുമതിനില്ലൊരന്തരം. എന്നിലവനൊരു സമ്മതമെന്തുള്ളതെന്നെ രക്ഷിച്ചതു രാമൻ തിരുവടി. രാമകാര്യത്തെയും സാധിയാതെ ചെൽകിൽ മാമക ജീവനം രക്ഷിക്കയില്ലവൻ. മാതാവിനോടു സമാനയാകും നിജപ്രാതാവു തന്നുടെ ഭാര്യയെ നിസ്ത്രപം പ്രാപിച്ചു വാഴുന്ന വാനരപുങ്കവൻ. പാപി ദുരാത്മാവിനെന്തരുതാത്തതും. തൽപാർശ്വദേശേ ഗമിക്കുന്നതില്ല ഞാൻ, ഇപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ. വല്ല പ്രകാരവും നിങ്ങൾ പൊയ്ക്കൊള്ളുന്നു ചൊല്ലിക്കരയുന്ന നേരം കപികളും. തുല്യദുഃഖേന ബാഷ്പം തുടച്ചൻ പോടു ചൊല്ലിനാർ മിത്രഭാവത്തോടു സത്വരം. ദുഃഖിക്കരുതൊരു ജാതിയുമിങ്ങനെ രക്ഷിപ്പതിനുണ്ടു ഞങ്ങളറിക നീ. ഇന്നു നാം പോന്ന ഗുഹയിലകം പൂക്ക് നന്നായി സുഖിച്ചു വസിക്കാം വയം ചിരം. സർവസൗഭാഗ്യസമന്വിതമായൊരു ദിവ്യപുരമതു ദേവലോകോപമം. ആരാലുമില്ലൊരു നാളും ഭയം സഖേ താരേയ പോക നാം വൈകരുതേതുമേ. അംഗദൻ തന്നോടിവണ്ണം കപികുല പുങ്കവന്മാർ പറയുന്നതു കേൾക്കയാൽ. ഇംഗിതജ്ഞൻ നയകോവിതൻ വാദജനംഗദനെ തഴുകിപ്പറഞ്ഞിടിനാൻ. എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിതമന്ധകാരങ്ങൾ നിനയായി വിനാരുമേ. ശ്രീരാമനേറ്റം പ്രിയൻ ഭവാനെന്നുടെ താരാസുതനെന്നു തന്മാനസേ സദാ പാരം വളർന്നൊരു വാത്സല്യമുണ്ടതു നേരെ ധരിച്ചീല ഞാൻ ഒഴിഞ്ഞാരുമേ. സൗമിത്രിയെക്കാളതിപ്രിയൻ നീ തവ സാമർഥ്യവും തിരുവുള്ളത്തിലുണ്ടെടോ. പ്രേമത്തിനേതുമിളക്കമുണ്ടായി വരാ ഹേമത്തിനുണ്ടോ നിറക്കേടകപ്പെടൂ. ആകയാൽ ഭീതി ഭവാനൊരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാസഖേ. ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും. വ്യാകുലമുള്ളിലുണ്ടാകരുതേതുമേ നാഗാധിപാത്മജനന്ദന കേളിതം. ഞാനും തവ ഹിതത്തെങ്കൽ പ്രസക്തനജ്ഞാനികൾ വാക്കു കേട്ടേതും ഭ്രമിക്കൊല. ഹാനി വരായ്വാൻ ഗുഹയിൽ വസിക്കെന്നു വാനരൗഘം പറഞ്ഞീലയോ ചൊല്ലു നീ. രാഘവാസ്ത്രത്തിനഭേദ്യമായൊന്നുമേ ലോകത്രയത്തെങ്കലില്ലെന്നറിക നീ. അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായി ചമയരുതേതുമേ. ആപത്തു വന്നടുത്തിയിടുന്ന കാലത്തു ശോഭിക്കയില്ലെടോ സജ്ജനഭാഷിതം. ദുർജനത്തെക്കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടു വിപരീതഭാവവും. ദേവദ്വിജകുലധർമ്മവിദ്വേഷവും പൂർവബന്ധുക്കളിൽ വാച്ചൊരു വൈരവും. വർദ്ധിച്ചു വർദ്ധിച്ചു വംശനാശത്തിനു കർത്തൃത്വവും തനിക്കായി വന്നുകൂടുമേ. അത്യന്തഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തമെമ്പൊടു ചൊല്ലുവൻ കേൾക്ക നീ. ശ്രീരാമദേവൻ മനുഷ്യനല്ലോർക്കെടോ നാരായണൻ
പരമാത്മാ ജഗന്മയൻ മായാഭഗവതി സാക്ഷാൽ മഹാവിഷ്ണുജായാ സകല ജഗന്മോഹകാരിണി സീതയാകുന്നതു ലക്ഷ്മണനും ജഗദാധാരഭൂതനായുള്ള ഭണീശ്വരൻ ശേഷൻ ജഗൽസ്വരൂപൻ ഭൂവി മാനുഷവേഷമായി വന്നു പിറന്നിതയോധ്യയിൽ രക്ഷോഗണത്തെയൊടുക്കി ജഗത്രയ രക്ഷ വരുത്തുവാൻ പണ്ടു വിരിഞ്ചനാൽ പ്രാർത്ഥിതനാകയാൽ പാർത്ഥിവപുത്രനായി മാർത്താണ്ഡഗോത്രത്തിലാർത്തപരായണൻ ശ്രീകണ്ഠസേവ്യൻ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ ഭൃത്യനായി വന്നിങ്ങവതരിച്ചിടിനാൻ ഭൃത്യവർഗം നാം പരിചരിച്ചിടുവാൻ ഭർതൃനിയോഗേന വാനരവേഷമായി പൃഥ്വിയിൽ വന്നു പിറന്നിരിക്കുന്നതും പണ്ടു നാമേറ്റം തപസ്സു ചെയ്തീശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ തന്നെ പാരിഷദന്മാരുടെ പദം തന്നതിപ്പോഴും പരിചരിച്ചിന്നിയും വൈകുണ്ഠലോകം ഗമിച്ചു വാണിടുവാൻ വൈകേണ്ടതേതുമില്ലെന്നറിഞ്ഞിടു നീ അംഗദനോടിവണ്ണം പവനാത്മജൻ മംഗളവാക്കുകൾ ചൊല്ലി പലതരം ആശ്വസിപ്പിച്ചുടൻ വിന്ധ്യാചലം പൂക്ക് കാശ്യപീപുത്രിയെ നോക്കി നോക്കി ദ്രുതം ദക്ഷിണവാരിധിതീരം മനോഹരം പൂക്കു മഹേന്ദ്രാചലേന്ദ്രപദം മുദാ ദുസ്തരമേറ്റമഗാധം ഭയങ്കരം ദുഷ്പാപമാലോക്യമർക്കട സഞ്ചയം വൃത്രാരിപുത്രാത്മജാതികളൊക്കെയും ത്രസ്തരായത്യാകുലം പൂണ്ടിരുന്നുടൻ ചിന്തിച്ചു ചിന്തിച്ചു മന്ത്രിച്ചിതന്യോന്യം എന്തിനി ചെയ്തതു സന്തതമൂർഖനാം ഗഹ്വരം പൊക്കു പരിഭ്രമിച്ചെത്രയും വിഹ്വലന്മാരായി കഴിഞ്ഞിതു മാസവും തണ്ടാരിൽ മാതിനെ കണ്ടീല നാം ദശകണ്ഠനെയും കണ്ടുകിട്ടീല കുത്രചിൽ സുഗ്രീവനും തീഷ്ണദണ്ഡനത്രേ തുലോം നിഗ്രഹിച്ചിടുമവൻ നമ്മെ നിർണയം ക്രുദ്ധനായുള്ള സുഗ്രീവൻ വധിക്കയിൽ നിത്യോപവാസേന മൃത്യുഭവിപ്പതു മുക്തിക്കു നല്ലു നമുക്കു പാർത്തോളമെന്നിത്തം നിരൂപിച്ചുറച്ച കപികുലം ദർഭ വിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മെ എന്നോർത്തവർ. സമ്പാദിവാക്യം. അപ്പോൾ മഹേന്ദ്രാചലേന്ദ്രഗുഹാന്തരാൽ ഗൃധ്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു വൃദ്ധനായുള്ളോരു ഗൃധ്രപ്രവരനും പൃഥ്വീധരപ്രവരോത്തുംഗരൂപനായി ദൃഷ്ട്വാ പരക്കെ കിടക്കും കവികളെ തുഷ്ട്യാ പറഞ്ഞിതു ഗൃധ്രകുലാധിപൻ. പക്ഷമില്ലാതോരെനിക്കു ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ. മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നതു സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാമനുദിനം. ഗൃധ്രവാക്യം കേട്ടു മർക്കടൗഘം പരിത്രസ്തരായന്യോന്യമാശു ചൊല്ലിടിനാർ. അദ്രീന്ദ്രതുല്യനായോരു ഗൃധ്രാധിപൻ സത്വരം കൊത്തി വിഴുങ്ങുമെല്ലാരെയും. നിഷ്ഫലം നാം മരിച്ചിടുമാറായിതു കൽപ്പിതമാർക്കും തടുക്കരുതേതുമേ. നമ്മാലൊരു കാര്യവും കൃതമായില്ല കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ. രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ. വ്യർത്ഥമിവനാൽ മരിക്കെന്നു വന്നതു എത്രയും പാപികളാക തന്നെ വയം. നിർമ്മലനായ ധർമാത്മാ ജടായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ. വർണ്ണിപ്പതിന്നു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്കു കിട്ടുമോ. ശ്രീരാമകാര്യാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായിതു രാമപാദാംബുജേ. പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചിതു പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം. വാനരഭാഷിതം കേട്ടു സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചിതു
കർണപീയൂഷസമാനമാം വാക്കുകൾ ചൊന്നതാരിന്നു ജടായുവെന്നിങ്ങനെ. നിങ്ങളാരെന്തു പറയുന്നിതന്യോന്യം ഇങ്ങു വരുവിൻ ഭയപ്പെടായി കേതുമേ. കുംഭർഗോൻ പൗത്രനുമൻപോടതു കേട്ടു സമ്പാദി തന്നുടെ മുമ്പിലാം മാറു ചെന്നമ്പോചലോചനൻ തൻ പാദപങ്കജം സംഭാവ്യ സമ്മോദമുൾക്കൊണ്ടു ചൊല്ലിനാൻ. സൂര്യകുലജാതനായ ദശരഥനാര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കരനേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പുക്കിതു കാനനം താതാജ്ഞയാ പുരാ. കട്ടുകൊണ്ടിരിനാൻ തൽക്കാലമെത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ. ലക്ഷ്മണനും കമലേക്ഷണനും പിരിഞ്ഞക്ഷോണിപുത്രി മുറയിട്ടതും കേട്ടു തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താനക്ഷണദാചരനോടു ജടായുവാം. പക്ഷിപ്രഭരൻ അതിനാൽ വലഞ്ഞൊരു രക്ഷോവരൻ നിജചന്ദ്രഹാസം കൊണ്ടു പക്ഷവും വെട്ടി അറുത്താനതു നേരം പക്ഷീന്ദ്രനും പതിച്ചാൻ ധരണീതലേ. ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നുടെ മൃത്യുവരായിക്കെന്നനുഗ്രഹിച്ചാൾ ധരാപുത്രിയും തൽപ്രസാദേന പക്ഷീന്ദ്രനും. രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു രാമസായുജ്യം ലഭിച്ചിതു ഭാഗ്യവാൻ. അർക്കകുലോത്ഭവനാകിയ രാമനും അർക്കജനോടഗ്നിസാക്ഷികമാം വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിനാൻ. വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോകെന്നയച്ചിതു ലക്ഷം കപീവരന്മാരെ ഓരോ ദിശി. ദക്ഷിണദിക്കിനു പൊന്നിതു ഞങ്ങളും രക്ഷോവരനെയും കണ്ടതില്ലെങ്ങുമേ. 30 നാളിനകത്തു ചെന്നീടായിൽ അപ്പോൾ അവരെ വധിക്കും കപിവരൻ. പാതാളമുൾപ്പുക്കു വാസരം പോയതും ഏതുമറിഞ്ഞീല ഞങ്ങളും. അതുകൊണ്ടു ദർഭ വിരിച്ചു കിടന്നു മരിപ്പതിന്നപ്പോൾ ഭവാനെയും കണ്ടു കിട്ടി ബലാൽ. ഏതാനുമുണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരേണമേ. ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളൊന്നു നീ അറിഞ്ഞിടടോ. താരേയ വാക്കുകൾ കേട്ടു സമ്പാദിയും ആരൂഢമോദം അവനോട് ചൊല്ലിനാൻ. ഇഷ്ടനാം ഭ്രാതാവെനിക്കു ജടായു ഞാനൊട്ടുനാളുണ്ടവനോടു പിരിഞ്ഞതും. ഇന്നനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടിനാൻ. എന്നുടെ സോദരനായുദകക്രിയക്കെന്നെ എടുത്തു ജലാന്തികെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പിനുദക കർമാദികൾ നിങ്ങൾക്കു വാക്സഹായം ചെയ്വനാശു ഞാൻ. അപ്പോൾ അവനെ എടുത്തു കപികളും അബ്ധിതീരത്തു വെച്ചിടിനാരാദരാൽ. തൽസലിലേ കുളിച്ചഞ്ജലിയും നൽകി വത്സനാം ഭ്രാതാവിനായിക്കൊണ്ടു സാദരം സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നുടെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൻ. തുങ്കമായിടും ത്രികുടാചലോപരി ലങ്കാപുരിയുണ്ടു മധ്യേ സമുദ്രമായി. തത്ര മഹാശോകകാനനേ ജാനകി നക്തഞ്ജരീ ജനമധ്യേ വസിക്കുന്നു. ദൂരമൊരു 100 യോജനയുണ്ടതു നേരെ നമുക്കു കാണാം ഗൃധ്രനാകയാൽ. സാമർഥ്യമാർക്കതു ലംഘിപ്പതിന്നവൻ ഭൂമി തനൂജയെ കണ്ടുവരും ധ്രുവം. സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണം ഏതൊരു ജാതിയും പക്ഷവുമില്ലമേ. യാത്നേന നിങ്ങൾ കടക്കണമാശുപോയി രത്നാകരം. പിന്നെ വന്നു രഘുത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാൽ ഏവമിതിന്നു വഴിയെന്നു നിർണയം. രത്നാകരം ശതയോജന വിസ്തൃതം യത്നേന
ചാടിക്കടന്നു ലങ്കാപുരം. പുക്കുവൈദേഹിയെ കണ്ടു പറഞ്ഞുടനിക്കര ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്ക നാം എന്നൊരുമിച്ചു തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാർ. സമ്പാദി തന്നുടെ പൂർവവൃത്താന്തങ്ങളമ്പോടു വാനരന്മാരോട് ചൊല്ലിനാൻ. സമ്പാദിയുടെ പൂർവചരിത്രം. ഞാനും ജടായുവും ഭ്രാതാവുമായി പുരാമാനേന ദർപ്പിത മാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിന്നതി വേഗം പറന്നിതു മേൽപോട്ടു ഞങ്ങളും. മാർത്താണ്ഡമണ്ഡല പര്യന്തമുൽപ്പതിച്ചാർത്തരായി വന്നു ദിനകരരശ്മിയാൽ. തൽക്ഷണേ തീയും പിടിച്ചീതനുജനു പക്ഷപുടങ്ങളിലപ്പോളവനെ ഞാൻ രക്ഷിപ്പതിന്നുടൻ പിന്നിലാക്കിയിടിനേൻ. പക്ഷം കരിഞ്ഞു ഞാൻ വീണിടു ഭൂമിയിൽ. പക്ഷദ്വയത്തോടു വീണാനനുജനും പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം. വിന്ധ്യാചലേന്ദ്ര ശിരസി വീണീടിനേൻ. അന്ധനായി 3 ദിനം കിടന്നീടിനേൻ. പ്രാണശേഷത്താലുണർന്നോരു നേരത്തു കാണായിതു ചിറകും കരിഞ്ഞിങ്ങനെ. ദിക്ഭ്രമം പൂണ്ടു ദേശങ്ങളറിയാഞ്ഞു വിഭ്രാന്തമാനസനായുഴന്നങ്ങനെ. ചെന്നാർ നിശാകര താപസൻ തന്നുടെ പുണ്യാശ്രമത്തിനു പൂർണ്ണഭാഗ്യോദയാൽ. കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോടു പണ്ടു കണ്ടുള്ളോരറിവു നിമിത്തമായി. എന്തു സമ്പാദേ വിരൂപനായി വന്നതീനെന്തു മൂലം ഇതാരാലകപ്പെട്ടതു. എത്രയും ശക്തനായോരു നിനക്കിന്നു ദഗ്ധമാവാനെന്തു പക്ഷം പറകനീ എന്നതു കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തമൊന്നൊഴിയാതെ മുനിയോടു ചൊല്ലിനേൻ. പിന്നെയും കൂപ്പിത്തൊഴുതു ചോദിച്ചിതു സന്നമായി വന്നു ചിറകും ദയാനിധേ. ജീവനത്തെ ധരിക്കേണ്ടുപായമിന്നേവമെന്നോടു ചൊല്ലിത്തരേണമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി. പിന്നെ ദയാവശനായരുളി ചെയ്തു. സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ. കൃത്യം നിനക്കൊത്തവണ്ണം കുരുഷ്വനീ. ദേഹം നിമിത്തമീ ദുഃഖമറിക നീ. ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം. ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ടു മോഹാദഹം കൃതി കർമ്മങ്ങൾ ചെയ്യുന്നു. മിഥ്യയായുള്ളോരവിദ്യാസമുത്ഭവ വസ്തുവായുള്ളൊന്നഹങ്കാരമോർക്ക നീ. ചിച്ഛായയോടു സംയുക്തമായി വർത്തതേ തപ്തമായുള്ളോരയ പിണ്ഡവത്സദാ. തേന ദേഹത്തിനു താദാത്മ്യയോഗേന താനൊരു ചേതനാവാനായി ഭവിക്കുന്നു. ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരും ആഹന്ത നൂനമാത്മാവിനുമായയാ. ദേഹോഹമദ്യൈവ കർമ്മകർത്താഹമിത്യാഹന്ത സങ്കൽപ്യ സർവദാ ജീവനും. കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമ്മോഹമാർന്നു ജനനമരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു. മേൽപോട്ടുമാശു കീഴ്പോട്ടും ഭ്രമിച്ചതി താൽപര്യവാൻ പുണ്യപാപാത്മക സ്വയം. എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ വിത്താനുരൂപേണ യജ്ഞദാനാദികൾ. ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം. സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ മൃത്യുഭവിച്ചു സുഖിച്ചു വാഴും വിധൗ ഉത്തമാംഗം കൊള്ള വീഴുമധോഭുവി. പുണ്യമൊടുങ്ങിയാൽ ഇന്ദു തൻ മണ്ഡലേ ചെന്നു പതിച്ചു നീഹാരസമേതനായി. ഭൂമൗ പതിച്ചു ശല്യാദികളായി
തദ്ഭവിച്ചാമോദമുൾക്കൊണ്ടു വാഴും ചിരതരം. പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കുമ്പലാൽ എന്നതിലൊന്നു രേതസ്സായി ചമഞ്ഞതു ചെന്നു സീമന്തിനി യോനിയിലായി വരും. യോനി രക്തത്തോടു സംയുക്തമായി വന്നു താനേ ജരായു പരിവേഷ്ടിതവുമാം ഏകദിനേന കലർന്നു കലലമാമേകീഭവിച്ചാലതും പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ടു ബുദ്ബുദാകാരമാം പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കുമതിന്നതു മാസാർത്ഥകാലേന പിന്നെയും മെല്ലവേ പേശിരുധിര പരിപ്ലുതമായി വരും. ആശു തസ്യാമങ്കുരോൽപ്പത്തിയും വരും. പിന്നെയൊരു 25 രാത്രിയാൽ പിന്നെയൊരു 3 മാസേന സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും. അങ്കുലീജാലവും 4 മാസത്തിനാൽ ദന്തങ്ങളും നഖപംക്തിയും ഗുഹ്യവും സന്ധിക്കും നാസികാകർണനേത്രങ്ങളും 5 മാസം കൊണ്ടു 6 മാസേ പുനഃ കിഞ്ചന പോലും പിഴയാതെ ദേഹിനാം കർണയോച്ഛിദ്രം ഭവിക്കുമതിസ്ഫുടം. പിന്നെ മേഡ്രോപസ്തനാഭിപായുക്കളും 7 മാസി ഭവിക്കും പുനരുടൻ ഗുപ്തമായോരു ശിര കേശരോമങ്ങൾ. 8 മാസി ഭവിക്കും പുനരപി പുഷ്ടമായിടും ജഡരസ്ഥലാന്തരേ. 9 മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും. 5 മാസി ചൈതന്യവാനായി വരും അഞ്ജസാ ജീവൻ ക്രമേണ ദിനേ ദിനേ. നാഭിസൂത്രാൽപരന്ധ്രേണ മാതാവിനാൽ സാപേക്ഷമായ ഭൂക്താന്നരസത്തിനാൽ വർദ്ധതേ ഗർഭകമായ പിണ്ഡം മുഹുർമൃത്യുവരാ നിജകർമ്മബലത്തിനാൽ. പൂർവജന്മങ്ങളും കാമങ്ങളും നിജം സർക്കാലം നിരൂപിച്ചു ദുഃഖിച്ചു ജഡരവഗ്നിപ്രദപ്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൽ 10,100,000 യോനികളിൽ ജനിച്ചെത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനഹം. പുത്രധാരാർത്ഥബന്ധുക്കൾ സംബന്ധവും എത്ര 100,000 കോടി കഴിഞ്ഞിതു. നിത്യകുടുംബഭരണൈകസക്തനായി വിത്തമന്യായമായി ആർജിച്ചിതന്വഹം. വിഷ്ണുസ്മരണവും ചെയ്തുകൊണ്ടീല ഞാൻ കൃഷ്ണ കൃഷ്ണേതി ജപിച്ചീലൊരിക്കലും. തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നതിപ്പോൾ ഇവിടെ കിടന്നു ഞാനിങ്ങനെ. ഗർഭപാത്രത്തിൽ നിന്നെന്നു ബാഹ്യസ്ഥലേക്കൽപ്പോടെനിക്കു പുറപ്പെട്ടു കൊള്ളാവൂ. ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ, സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ. നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ ഇത്യാദി ചിന്തിച്ചു ജീവനും ഭക്ത്യാ ഭഗവത് സ്തുതി തുടങ്ങിയിടിനാൻ. 10 മാസം തികയും വിധൗ ഭൂതലേ ചിത്തതാപേന പിറക്കും വിധിവശാൽ. സൂതിവാദത്തിൻ ബലത്തിനാൽ ജീവനും ജാതനാം യോനിരന്ധ്രേണ പീഡാന്വിതം. ബാല്യമാനോപി മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങളെന്തു ചൊല്ലാവതും. യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവുമോർത്തോളമേതും പൊറാസഖേ. നിന്നാലനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാബലാൽ. ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യദുഃഖങ്ങളുണ്ടാകുന്നു. ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോത്ഭവനാശവും ദേഹമൂലം സഖേ. സ്ഥൂല സൂക്ഷ്മാത്മകദേഹദ്വയാൽ പരം മേലേയിരിപ്പതാത്മാ പരൻ കേവലൻ. ദേഹാദികളിൽ മമത്വമുപേക്ഷിച്ചു മോഹമകന്നാത്മജ്ഞാനിയായി വാഴ്ക നീ. ശുദ്ധം സദാ ശാന്തമാത്മാനമവ്യയം ബുദ്ധം പരബ്രഹ്മമാനന്ദമദ്വയം. സത്യം സനാതനം നിത്യം നിരുപമം തത്വമേകം പരം നിർഗുണം നിഷ്കളം. സചിന്മയം സകലാത്മകമീശ്വരം അച്യുതം സർവജഗന്മയം ശാശ്വതം. മായാവിനിർമുക്തമെന്നറിയുന്നേരം
മായാവിമോഹവും അകലും എല്ലാവനും പ്രാരബ്ധകർമ്മ വേഗാനുരൂപം ഭുവി പാരമാധ്യാത്മനാ വാഴുക നീ സഖേ. മറ്റൊരുപദേശവും പറയാം, തവ ചെറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടാകൊല. ത്രേതായുഗേ വന്നു നാരായണൻ ഭുവിജാതനായിടും ദശരഥപുത്രനായി നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻ പോടു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ. ദണ്ഡകാരണ്യത്തിൽ വാഴും വിധൗബലാൽ ചണ്ഡനായുള്ള ദശാസ്യനാം രാവണൻ പുണ്ടരീകോത്ഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോം മായയാ. ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കടരാജനിയോഗാൽ കവികുലം ദക്ഷിണവാരിധി തീരദേശേ വരും. തത്ര സമാഗമം നിന്നോടു വാനരർക്കെത്തുമൊരു നിമിത്തേന നിസ്സംശയം. എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ തന്നൊങ്കി വാഴുന്ന ദേശം ദയാവശാൽ. അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളായുത്ഭവിച്ചിടുമതിനില്ല സംശയം. എന്നെ പറഞ്ഞു ബോധിപ്പിച്ചിതങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി. വന്നതു കാൺമിൻ ചിറകുകൾ പുത്തനായെന്നേ വിചിത്രമേ നന്നു നന്നെത്രയും. ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ. ശ്രീരാമദേവ കഥാമൃതമാഹാത്മ്യമാരാലുമോർത്താലറിയാവതല്ലേതും. രാമനാമാമൃതത്തിനു സമാനമായി മാമകേ മനസേ മറ്റു തോന്നീലഹോ. നല്ലതുമേന്മേൽ വരേണമേ, നിങ്ങൾക്കു കല്യാണഗാത്രിയെ കണ്ടുകിട്ടേണമേ. നന്നായി അതിപ്രയത്നം ചെയ്യിൽ അർണവം ഇന്നു തന്നെ കടക്കായി വരും നിർണയം. ശ്രീരാമനാമസ്മൃതി കൊണ്ടു സംസാര വാരാനിധിയെ കടക്കുന്നിതേവരും. രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാനേതും ഒരാകുലമുണ്ടാകയില്ലൊരു ജാതിയും. എന്നു പറഞ്ഞു പറന്നു മറഞ്ഞിതത്യുന്നതനായ സമ്പാദി വിഹായസ. സമുദ്രലംഘന ചിന്ത. പിന്നെ കപിവരന്മാർ കൗതുകത്തോടു മന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാർ. ഉഗ്രം മഹാനക്രചക്ര ഭയങ്കരമഗ്രേ സമുദ്രമാലോക്യ കപികുലം. എങ്ങനെ നാമിതീനെ കടക്കുന്നവാറെങ്കും മറുകര കാണാനുമില്ലല്ലോ. ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതീനെന്തവകാശം കപികളെ. ശക്രതനയ തനൂജനാമംഗദൻ മർക്കട നായകന്മാരോടു ചൊല്ലിനാൻ. എത്രയും വേഗബലമുള്ള ശൂരന്മാർ, ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ. നിങ്ങളെല്ലാവർക്കുമെന്നാൽ ഇവരിൽ വച്ചിങ്ങു വന്നെന്നോടൊരുത്തൻ പറയണം. ഞാനിതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണരെ രക്ഷിച്ചു കൊള്ളുന്നതും ദൃഢം. സുഗ്രീവരാമ സൗമിത്രികൾക്കും ബഹുവ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ. അങ്കദനിങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ തങ്ങളിൽ നോക്കിനാരേവരും. ഒന്നും പറഞ്ഞിലൊരുത്തരും അങ്കദൻ പിന്നെയും വാനരന്മാരോടു ചൊല്ലിനാൻ. ചിത്തേ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകമുച്യതാമുദ്യോഗപൂർവകം. ചാടാമെനിക്കു ദശയോജന വഴി, ചാടാം 20 കവി. 30 ചാടാമെനിക്കെന്നപരനും, അപ്പടി 40 മറ്റേവനും. 50, 60, 70 ചാടാമെനിക്കെന്നൊരുവനും. 90 ചാടുവാൻ ദണ്ഡമില്ലേകനെന്നർണവമോ 100 യോജനയുണ്ടല്ലോ. ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതല്ലിക്കടൽ മർക്കട വീരരേ നിർണയം.
മുന്നം ത്രിവിക്രമൻ 3 ലോകങ്ങളും ഛന്നമായി 3 അടിയായളക്കും വിധൗ യൗവനകാലേ പെരും പറയും കൊട്ടി 7 വട്ടം വലത്തു വച്ചിടിനേൻ വാർദ്ധക്യഗ്രസ്തനായേനിതാനീം ലവണാബ്ദി കടപ്പാനുമില്ല വേഗം മമ ഞാൻ 21 വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേൻ ദശമാത്രയാ കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലകളോർത്തോളം അത്ഭുതമെത്രയും ഇത്തമജാത്മജൻ ചൊന്നതു കേട്ടതിനുത്തരം വൃത്രാരിപൗത്രനും ചൊല്ലിനാൻ അങ്ങോട്ടു ചാടാമെനിക്കെന്നു നിർണയം ഇങ്ങോട്ടു പോരുവാൻ ദണ്ഡമുണ്ടാകിലാം സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർഥ്യമുണ്ടു ഭവാനിതിനെങ്കിലും ഭൃത്യജനങ്ങളയക്കയില്ലെന്നുമേ പ്രത്യരിലേഖനുണ്ടാമെന്ന തേവരു ആർക്കുമേയില്ല സാമർഥ്യമനശനം ദീക്ഷിച്ചു തന്നെ മരിക്ക നല്ലൂ വയം താരേയനേവം പറഞ്ഞോരനന്തരം സാരസസംഭവനന്ദനൻ ചൊല്ലിനാൻ. ഹനുമത് ബലവർണ്ണനം. എന്തു ജഗൽപ്രാണനന്ദനനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ഠനായി തന്നെ ഇരുന്നു കളകയോ കണ്ടീല നിന്നെ ഒഴിഞ്ഞു മറ്റാരെയും ദാക്ഷായണീഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ പിന്നെ വാദാത്മജനാകയുമുണ്ടവൻ തന്നോടു തുല്യൻ ബലവേഗമോർക്കിലോ കേസരിയെ കൊന്നു താപം കളഞ്ഞൊരു കേസരിയാക്കിയ വാനരനാഥനു പുത്രനായഞ്ജന പെറ്റുളവായൊരു സത്വഗുണപ്രധാനൻ ഭവാൻ കേവലം അഞ്ജനാഗർഭച്യുതനായവനിയിൽ അഞ്ജസാജാതനായി വീണനേരം ഭവാൻ 500 യോജനമേൽപോട്ടു ചാടിയതും ഞാനറിഞ്ഞിരിക്കുന്നിതു മാനസേ ചണ്ഡകിരണനുദിച്ചു പൊങ്ങും നേരം മണ്ഡലം തന്നെ തുടുതുടെ കണ്ടു നീ പക്വമെന്നോർത്തു ഭക്ഷിപ്പാനടുക്കയാൽ സക്രനുടെ വജ്രമേറ്റു പതിച്ചതും ദുഃഖിച്ചു മാരുതൻ പിന്നെയും കൊണ്ടുപോയി പുക്കിതു പാതാളമപ്പോൾ ത്രിമൂർത്തികൾ 30 കോടി വാനവർ തമ്മോടും ഉൽപ്പല സംഭവ പുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചിടിനാർ മൃത്യുവരാലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല മൃതിയെന്നു കൽപ്പിച്ചതിന്നിളക്കം വരാ നിർണയം ആംനായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാർ നാംനാ ഹനുമാനിവനെന്നു സാദരം വജ്രം ഹനുവിങ്കലേറ്റു മുറികയാൽ അച്ചരിത്രങ്ങൾ മറന്നിതോ മാനസേ നിൻ കൈയിലല്ലയോ തന്നതു രാഘവൻ അങ്കുലീയമതുമെന്തിനെന്നോർക്ക നീ ത്വൽബലവീര്യവേഗങ്ങൾ വർണ്ണിപ്പതിൻ ഈ പ്രപഞ്ചത്തിങ്കലാർക്കുമാമല്ലെടോ ഇത്തം വിധിസുതൻ ചൊന്ന നേരം വായുപുത്രനുമുദ്ധായ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ടമാശു കുലുങ്ങുമാറൊന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനാൻ വാമനമൂർത്തിയെപ്പോലെ വളർന്നവൻ ഭൂമിധരാകാരനായി നിന്നു ചൊല്ലിനാൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോടുമൊടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരുവനിപ്പോഴേ അല്ലായിക്കിലോ ദശകണ്ഠനെ ബന്ധിച്ചു മെല്ലവേ വാമകരത്തിലെടുത്തുടൻ കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തുകരത്തിലാക്കിക്കൊണ്ടു രാമാന്തികെ വച്ചു കൈ തൊഴുതിയിടുവൻ രാമാങ്കുലീയമൻ കയ്യിലുണ്ടാകയാൽ മാരുതി വാക്കു കേട്ടോരു വിധിസുതനാരൂഢ കൗതുകം ചൊല്ലിനാൻ പിന്നെയും ദേവിയെ കണ്ടു തിരിയേ വരിക നീ രാവണനോടെതിർത്തിയിടുവാൻ പിന്നെയാം നിഗ്രഹിച്ചിടും ദശാസ്യനെ രാഘവൻ വിക്രമം കാട്ടുവാനന്നേരമാമല്ലോ പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായിക കല്യാണം ഭവിക്കതേ
മാരുതദേവനുമുണ്ടരികെ തവ ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു. ആശീർവചനവും ചെയ്തു കപികുലം ആശുപോകെന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൻ. യുദ്ധം പറഞ്ഞറിയിച്ചൊരു തത്തയും ബദ്ധമോദത്തോടിരുന്നിതക്കാലമേ. അധ്യാത്മരാമായണം ഉമാമഹേശ്വര സംവാദത്തിൽ കിഷ്കിന്ധാകാന്ഡം സമാപ്തം.